ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് രഥോത്സവം. മറ്റന്നാൾ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. മൂകാംബികയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തിയുടെ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെയാണ് നവരാത്രിയോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന രഥോത്സവം നടക്കുക. പുഷ്പരഥത്തിലേറി അമ്മ വരുന്ന ഒരു ചടങ്ങ്. ആ ഒരു ചടങ്ങ് തന്നെ മലയാളികളടക്കമുള്ളവ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള വരാനുള്ള ഒരു പ്രധാന കാരണം എന്തായാലും അമ്മയുടെ വിളിയിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് വലിയ ആത്മസായുജ്യം നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാകുമുള്ളത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. എന്തായാലും നാളത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും വൈകാരികമായുള്ള ഒരു ചടങ്ങ് കൂടിയല്ലേ? അയ്യോ, എന്ത് പറയാൻ, നമുക്ക് പറയാൻ വാക്കുകളില്ല. യഥാർത്ഥം പറഞ്ഞാൽ മൂകാംബികയുടെ കാര്യം പറഞ്ഞാൽ കരയും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 24 ദിവസമായി. ഞാനിന്നും എപ്പോഴും പറയുന്നത് എൻ്റെ വീടെന്നാണ് ഞാൻ പറയുന്നത്. പറയുമ്പോൾ എപ്പോഴും നമുക്ക് കണ്ണീരേ വരും. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്ത് പറയണം? ലോകത്തെ ഏറ്റവും വലിയ സമാധാനം കിട്ടുന്ന ഏക സ്ഥലം, അതേ നമുക്ക് പറയാൻ പറ്റും. നാളെ ഉത്സവമാണ്. അമ്മ നാളെ തേരിൽ. എന്താ പറയാ, നിങ്ങൾ നാളെ കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. തന്നെയാണ് ഈ രഥോത്സവം. അമ്മ തേരിലേറി ആ രഥത്തിൽ പുഷ്പരഥത്തിലേറി ഇങ്ങനെ വലവെക്കുന്നു. അതിൽ നിന്നും അമ്മയുടെ ഒരു അനുഗ്രഹ വർഷമായി ലഭിക്കുന്ന ആ നാണയം വരുന്ന ഒരു വർഷത്തേക്ക് ജീവിതത്തിലേക്ക് വലിയ വിജയത്തിലേക്ക് പോകാനുള്ള അമ്മയുടെ ഒരു അനുഗ്രഹമായി തന്നെയല്ലേ ആ ഒരു നാണയത്തെ കാണുന്നത്? 100%, 100 കോടി ശതമാനം. നമുക്ക് പറയാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് അടുത്ത മാസം വരാനുള്ള വണ്ടിക്കൂലി അമ്മ തരണം. അതേ പറയാം. ഞാൻ കൂടുതൽ പറഞ്ഞ കരയും. എനിക്കതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നിന്നാണ് വരുന്നത്. ഞാൻ വടകര കക്കട്ടാണ് വരുന്നത്. എല്ലാ സമയാവുന്നേരം ഇവിടെ എങ്ങനെ എത്തിപ്പെടും, അതതിൻ്റെ ഒരു സിറ്റുവേഷൻ. എല്ലാ വർഷവും വരാറുള്ളൂ? എങ്ങനെയാണ്? എല്ലാ വർഷവും വരാണ്. ഇപ്പം മാസം ഇവിടെ വരാറുണ്ട്. നാളെയാണ് പ്രധാനപ്പെട്ട രഥോത്സവം നടക്കുക. ആ ഒരു കാത്തിരിപ്പിൽ തന്നെയല്ലേ ഉള്ളത്? നല്ല സന്തോഷം. കാരണം അമ്മേൻ്റെ അടുത്ത് വന്നിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ രാവിലെ മുതൽ പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണിലേക്ക് ഈ ഒരു സമയം വരിക അത് ഭക്തരെ സംബന്ധിച്ചോളം ഒരു പൂർവ്വജന്മ സുഹൃതമാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുന്നിലേക്ക് ആ ഭക്തലക്ഷങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുകയാണ്. എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്.